മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് 10 സെന്റ് ഭൂമി തന്നെ നൽകണം എന്നാണ് പക്ഷേ ടി സിദ്ദിഖ് MLA പറയുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആവശ്യത്തിന് ഭൂമിയുണ്ടെന്നും ഈ ഭൂമിയിൽ നിന്നും 10 സെന്റ് സ്ഥലം അനുവദിക്കണം. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് 7 സെന്റാണ്. തുടർ ചികിത്സ, ബാങ്ക് വായ്പ, ജീവനോപാധികൾ എന്നിവയിൽ സർക്കാർ തീരുമാനമെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും 300 രൂപ നൽകുന്നത് തുടരാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്നും ടി സിദ്ദിഖും പറഞ്ഞു. വയനാട് കളക്ടറേറ്റിന് മുൻപിൽ വൈകുന്നേരം ആരംഭിച്ച രാപകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. സിനോജ് തോമസ്, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ചില കാര്യങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്പോഴും രാപകൽ സമരം തുടരുകയാണ്. എന്താണ് ഇനി സമരക്കാർക്ക് വേണ്ടി ടി സിദ്ദിഖ് ആവശ്യപ്പെടുന്നത്? സിനോജ് തോമസ്. അരുൺകുമാർ, ഗുഡ് ഈവനിങ്. അതായത് നാളെ 7 മാസമാവുകയാണ് ഈ ദുരന്തമുണ്ടായിട്ട്. 7 മാസത്തോളം UDF കാത്തുനിന്നു. ഒടുവിൽ അവർ പ്രത്യക്ഷ സമരവുമായി വന്നിരിക്കുകയാണ്. ടി സിദ്ദിഖിന്റെ സമരം തുടരുകയാണ്. നാളെ രാവിലെ സമരം അവസാനിക്കുന്നു. ഒപ്പം UDFന്റെ കളക്ടറേറ്റ് വളയുന്ന സമരവും നാളെ രാവിലെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ദുരന്തബാധിതരും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ടി സിദ്ദിഖിനോട് ചോദിക്കാം. അതായത് ഇന്ന് സർക്കാർ കൂടുതൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ സമരം തുടരാനാണ് തീരുമാനം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? ഇന്നെടുത്ത സർക്കാർ എടുത്ത തീരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാകപ്പിഴകൾ ആദ്യം പറയാം. 7 സെന്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു ഒരു യൂണിറ്റിന്, ഒരു വീടിന്. ഈ 7 സെന്റ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ തന്നെ പറയുന്നത് പുനരധിവാസം ദുരന്തബാധിതരോട് ചോദിച്ചുകൊണ്ടായിരിക്കണം. അവർ ഓപ്പണായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് മിനിമം 10 സെന്റ് ഭൂമിയെങ്കിലും വേണം. അവർ പറയുന്നത് 15 പക്ഷെ ഞങ്ങൾക്ക് മിനിമം 10 തരണം. ഈ 7 സെന്റ് ഭൂമി എന്ന് തീരുമാനിച്ചത് ആരാണ്? സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിക്കുക, ദുരന്തബാധിതരോട് ചോദിച്ചല്ല. ആക്ടിന്റെ നഗ്നമായ ലംഘനത്തിന്, നിയമത്തിന്റെ നഗ്നമായ ലംഘനത്തിന് സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദുരന്തബാധിതരായ ആളുകൾ പരിക്കേറ്റു, നിരവധി ആളുകൾ. അതിൽ നട്ടെല്ലിന് പരിക്കേറ്റവരുണ്ട്, അതിൽ പ്ലാസ്റ്റിക് സർജറി വേണ്ട ആളുകളുണ്ട്, കയ്യും കാലും പൊട്ടിയവരുണ്ട്, വെയിൻ പൊട്ടിയതായ ആളുകളുണ്ട്, അതിൽ ഈ ദുരന്തത്തിന് ശേഷം ആക്സിഡന്റ് പറ്റിയ ആളുകളുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ അവിടെയുണ്ട്. ഈ ആളുകളുടെ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ നീക്കിവെച്ച തുക നിങ്ങൾ ആലോചിച്ച് നോക്കണം, 5 ലക്ഷം രൂപയാണ്. അതിന്റെ ഉത്തരവ് പോലും പ്രോപ്പറായിട്ട് ഇറങ്ങിയിട്ടില്ല. 5 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ? അവരുടെ തുടർ ചികിത്സയ്ക്ക് കൊടുക്കാനുള്ള പണം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. കോഴിക്കോട് മിംസ് ആശുപത്രി ചികിത്സിക്കുന്ന ആളുകളെ എനിക്കറിയാം, കലാം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന അപകടം പറ്റിയ ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വീട് നിർമ്മാണത്തിന് ചെലവ് 30 ലക്ഷമാണ് ആദ്യം പറഞ്ഞു, ഇപ്പോൾ 20 എത്തിയിട്ടുണ്ട്. അതിലേതും ഏറ്റവും വലിയ രസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതെന്താ ലേലം വിളിയാണോ പുനരധിവാസം? മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത യോഗത്തിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞത് നിർബന്ധമായും ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 30 ലക്ഷം വേണം പറയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി, ഞങ്ങളെ ഒരു സ്പോൺസർമാരും ഇത്തരം പണം കണക്കൂട്ടിയില്ല. DYFI ഉണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിപക്ഷ നേതാവുണ്ട്, പ്രതിപക്ഷ ഉപനേതാവുണ്ട്, മുസ്ലിം ലീഗ് പ്രതിനിധിയായ PM അങ്ങനെയാണ് 25 ആക്കുന്നത്. അങ്ങനെ അത് 25 ആക്കി. ഇന്ന് പറയുന്നു 20 ലക്ഷം. ഞാൻ ചോദിക്കുന്നു, ഒരു കണക്ക് പറയുമ്പോൾ ഒരു ബേസ് വേണ്ടേ? എത്ര ലക്ഷത്തിന് വീട് പണിയാൻ പറ്റുമെന്നാണ് UDFന്റെ ഒരു നിർദ്ദേശം? ഞങ്ങൾ പറയാം 12-13 ലക്ഷം രൂപയ്ക്ക് ഒരു വീട്, നല്ല വീട് പണിത് പൂർത്തിയാക്കാൻ പറ്റും. ഇത് നാളെ 7 മാസം പൂർത്തീകരിക്കപ്പെടുക. ഞാനൊരു ഗുരുതരമായ കാര്യം കൂടെ പറയാം. സർക്കാർ യഥാർത്ഥത്തിൽ സ്പോൺസർമാരെ ആ സമയം തന്നെ ടാപ്പ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവർ സ്ഥലം കണ്ടെത്തി അവർ വീട് നിർമ്മിച്ച് ഇന്ന് ആ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ വീട്ടിൽ കയറാമായി. 7 മാസം നാളെ പൂർത്തിയാവാണ് അരുൺകുമാർ. അതുകൊണ്ടാണ് UDF സമരം തുടരുന്നത്. ഇന്ന് 440 പേരാണ് ഇന്ന് നടന്ന അദാലത്തിൽ മാത്രം പങ്കെടുത്തത്. അതാണ് ഈ ദുരന്തബാധിതരുടെ ഒരു ആശങ്കയുടെ ഏറ്റവും വലിയ തെളിവെന്ന് പറയാൻ കഴിയുന്നത്. താങ്ക് യു സിനോജ്.